ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും US മാർക്കറ്റിൽ മാജിക്കലായിട്ടുള്ളൊരു റിക്കവറി നാസ്ഡാക്കിൽ കണ്ടു. നാസ്ഡാക്കായിട്ട് ടെക്നോളജി ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് വീണ്ടും അത് ഓൾ ടൈം ഹൈ വന്നിരിക്കുകയാണ്. എന്നാൽ ഡോയിൽ ആ ഒരു പോസിറ്റിവിറ്റി ഇല്ല. യൂറോപ്യൻ മാർക്കറ്റ് മൂന്നും ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈവൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലും വലിയ ഉയർച്ചകളില്ല. പക്ഷേ ടെക്നോളജി ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് റാലി രേഖപ്പെടുത്താനുള്ള പ്രധാന കാരണം ബുധനാഴ്ച യുഎസിൽ നിന്ന് വരുന്ന പലിശ നിരക്ക് സംബന്ധിച്ചിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ US ഉൾപ്പെടെ ജപ്പാൻ ഉൾപ്പെടെ 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പലിശ നിരക്ക് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരുന്ന ഒരാഴ്ചയാണ്. ഇതിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമുള്ളത് ഇപ്പോൾ US, ജപ്പാൻ, UK ഇൻട്രസ്റ്റ് റേറ്റും വരുന്നുണ്ട്. ഇതിൻ്റെ തീരുമാനങ്ങളും എല്ലാം തന്നെ UK നിന്നും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരാഴ്ചയിലെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഈവൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് വെള്ളിയാഴ്ച ദിവസം ഷാർപ്പ് റിക്കവറി. എന്നാൽ ഇന്നലെ ഒരു ചെറിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. പ്രധാന കാരണം ഇന്നലെ വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എല്ലാം തന്നെ രണ്ടുപേരും FISും BISും സെല്ലാണ്. 279ഉം 273 കോടി രൂപയുടെയും നെറ്റ് സെല്ല് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റാണ്, വിത്ത് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. അതിനുശേഷം ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ആദ്യം കാണാം ബിറ്റ്കോയിൻ വീണ്ടും 1400 പോയിൻ്റ് ഉയർന്ന് $1,05,900 ബിറ്റ്കോയിൻ എത്തിയിരിക്കുകയാണ്. തൊട്ട് താഴെ ബ്രന്റ് ഓയിൽ 73, തൊട്ട് താഴെ ഗോൾഡ് $2,651 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു, 9% വരെ സ്പൈക്ക് ചെയ്തിരുന്നു. 14ലാണ് ഇന്ത്യ വിക്സ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ 59 പോയിൻറ്റ് നെഗറ്റീവും. നിക്കി ജപ്പാൻ മാർക്കറ്റ് 238 പോയിൻറ്റ് പ്ലസും. ഓസ്ട്രേലിയ 41 പോയിൻറ്റ് അഥവാ 0.5% പ്ലസുമാണ്. എന്നാൽ കൊറിയ, ചൈന ഇടിവിലാണ്. UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ ഇടിവിലടച്ചു. ഡോ ജോൺസ് 110 പോയിൻറ്റ് ഇടിവിൽ ക്ലോസ് ചെയ്തപ്പോൾ നാസ്ഡാക്ക് ടെക്നോളജി ഇൻഡെക്സ് 249 പോയിൻറ്റിൻ്റെ നല്ലൊരു റാലി. ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ കമ്പനീസ് ഫ്ലാറ്റായിട്ടും HDFC ബാങ്ക് റെഡിലും ICICI ബാങ്ക് പോസിറ്റീവിലും റിലയൻസ് റെഡിലും ഡോക്ടർ റെഡ്ഡി 1.5% അപ്സൈഡുമായിട്ട് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ക്ലോസ് രേഖപ്പെടുത്തി. നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം വേദാന്തയാണ് ഇന്നലെ മിസ്സായെന്ന് പറഞ്ഞിരുന്നു. വേദാന്ത അവരുടെ ഡിവിഡൻഡ് $8.50 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. വിപ്രോനെ സംബന്ധിച്ചോളം ന്യൂസ് ഉള്ളത്, വിപ്രോ ഒരു മൾട്ടി ഇയർ ഓർഡർ വിപ്രോയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. 40 മില്യൺ വർത്ത് വരുന്ന $US വർത്ത് വരുന്ന ഒരു ഓർഡറാണ് വിപ്രോക്ക് ലഭിച്ചിട്ടുള്ളത്. വിപ്രോ ലീഡിംഗ് ആയിട്ടുള്ള IT കമ്പനിയാണ്. കൂടാതെ തന്നെ ഇൻഡസ് ടവറായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്, 3500 കോടി രൂപയുടെ ഒരു ഓർഡർ ഇൻഡസ് ടവറിന് കിട്ടും. ഇത് ഇവരുടെ നിലവിലുള്ള കണ്ടിജൻസി ലയബിലിറ്റി കുറയ്ക്കാനായിട്ട് കമ്പനിക്ക് പറ്റും എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ്. മൈൻസ്പേസ് REIT കമ്പനി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് 9.2% സ്റ്റേക്ക് അഥവാ 1903 കോടി രൂപ ബ്ലോക്ക് ഡീലിലൂടെ മൈൻസ്പേസ് REITയുടെ വിൽക്കാനായിട്ട് പോവുകയാണെന്നുള്ള ന്യൂസ്. ഗ്രാവിറ്റ ഇന്ത്യ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ അവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ്. ആദാനി, വിൽമർ, ഓട്ടോ കമ്പോണൻ്റ് മേക്കേഴ്സ്, മറ്റ് സ്റ്റോക്കുകൾ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്. GST കൗൺസിൽ ഈ ഒരു റൈസ് ബാൻ ഓയിലിൻ്റെ GST 5% കട്ട് ചെയ്യുമെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. കൂടെ തന്നെ EV കമ്പോണൻറ്റിൻ്റെയും GST അവർ 28% നിന്ന് 18% കട്ട് ചെയ്യുമെന്നുള്ള ഒരു ന്യൂസ്. അദാനി, വിൽമർ പോലെയുള്ള എഡിബിൾ ഓയിൽ കമ്പനീസിനും ഓട്ടോ കമ്പോണൻ്റ് മേക്കേഴ്സിനും അതൊരു ന്യൂസാണ്. JMR എയർപോർട്ട് കമ്പനി പാസഞ്ചർ ട്രാഫിക് 14% ഉയർന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എയർ ട്രാഫിക് മൂവ്മെൻറ്റ് കൂടുന്നുണ്ട്. ഹോട്ടലിലെല്ലാം തന്നെ മൂന്നാറെല്ലാം തന്നെ ഇപ്പോൾ ഹോട്ടൽ കിട്ടാനേ ഇല്ല. ക്രിസ്മസ് ന്യൂ ഇയറിൽ കംപ്ലീറ്റ്ലി ബുക്കഡാണ്. അതുപോലെ തന്നെ എയർവോയ്സും യാത്രയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും എല്ലാം തന്നെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അതൊക്കെ തന്നെ
പഠനവിധേയമാക്കാം. ഒരു യാത്രയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതുള്ളത്. ഗോപാൽ സ്നാക്സ്, പ്രതാപ് സ്നാക്സ്, ബിക്കാജി ഫുഡ്. GST കൗൺസിൽ ഈ നംകീൻ്റെ എല്ലാം തന്നെ GST കട്ട് ചെയ്തേക്കില്ല എന്നുള്ള ന്യൂസുണ്ട്. എഡിബിൾ ഓയിലിൻ്റെ ആ ഒരു GST ആണ് കട്ട് ചെയ്യുന്നത്. ഗോപാൽ സ്നാക്സ് ഈ ഒരു ഫയർ ആക്സിഡൻറ്റിന് ശേഷം ഇവരുടെ കമ്പനി ഇവരുടെ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ടെക്സ്മാക്കോ റെയിൽ കമ്പനി 187 കോടി രൂപയുടെ ഓർഡർ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് പവർ ട്രാൻസ്മിഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. RVNL കമ്പനിക്ക് 270 കോടി രൂപയുടെ ഓർഡർ മഹാരാഷ്ട്ര മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. റെയിൽടെൽ കമ്പനിക്ക് 37 കോടി രൂപയുടെ ഓർഡർ സെൻട്രൽ വെയർഹൗസ് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. HCC കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ 45 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. HPCL കമ്പനി 4679 കോടി രൂപയുടെ ഒരു പുതിയ ബിറ്റുമിൻ പ്രൊഡക്ഷൻ അവർ മുംബൈയിൽ റിഫൈനറി പ്രൊഡക്ഷൻ അവർ ആരംഭിച്ചു. നിറ്റ്കോ ടൈൽ കമ്പനി 105 കോടി രൂപയുടെ ഓർഡർ പ്രസ്റ്റീജ് എസ്റ്റേജ് പ്രൊജക്റ്റ്. പ്രസ്റ്റീജും ലിസ്റ്റഡ് കമ്പനിയാണ്. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിയാലിറ്റി കമ്പനിയാണ് പ്രസ്റ്റീജ്. കൊച്ചിയിൽ ഉൾപ്പെടെ അവർക്ക് പ്രൊജക്റ്റുകളുണ്ട്. കുണ്ടന്നൂരെല്ലാം തന്നെ അവർക്ക് ഹെവി കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രസ്റ്റീജിൻ്റെ ഭാഗത്തു നിന്നാണ് നിറ്റ്കോ ടൈൽസിന് ഓർഡർ ലഭിച്ചത്. വരുൺ ബിവറേജസ് കമ്പനി ഇവർ ലൂണാർ മെക്കിൻ്റെ 39% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. TCS കമ്പനി ലാൻഡീസ് GR എന്ന് പറയുന്നൊരു കമ്പനി ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. എന്നാൽ സിറ്റീസ് ഗ്രൂപ്പ് പോലെയുള്ള ബ്രോക്കറിംഗ് സ്ഥാപനം TCSനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മവാന ഷുഗർ കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ആൻറ്റി കറപ്ഷൻ ഉദ്യോഗസ്ഥർ മനാവ ഷുഗറിൻ്റെ ഓഫീസിൽ സെർച്ചൊക്കെ നടത്തി എന്നുള്ളതാണ്. ഓൾ കാർഗോ ടെർമിനൽ കമ്പനി ഇവിടെ CFS വോളിയം 4% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചതായിട്ട് കമ്പനി പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റുള്ള ന്യൂസ് ഒന്ന് വെയിറ്റ് ചെയ്യുക. പതഞ്ജലി ഫുഡ്. പതഞ്ജലി ഫുഡ് ഇവരുടെ പാം ഓയിൽ പ്രോസസ്സിങ് അരുണാചൽ പ്രദേശിൽ ഇവരുടെ പ്ലാന്റ് ഇവർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ആനന്ദ് രതി ഗ്രൂപ്പ് കമ്പനി ഇവരുടെ ഒരു സബ്സിഡിയറി കമ്പനി ഒരു പുതിയ IPO ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സെബിക്ക് അത് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ്. ഇനി NHPC കമ്പനി BML ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഡ്രഡ്ജിങ് സൊല്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. PCR 0.8 ആണ്. നിഫ്റ്റിയുടെ സ്പോട്ട് കാണാം. ഡോട്ടഡ് ലൈൻ 24,668. കൂടുതൽ കോൾ ഷോർട്ട് ചെയ്ത ആളുകളെയാണ് കാണുന്നത്. 25,000 ഉൾപ്പെടെയുള്ള കോളെല്ലാം തന്നെ അഡീഷണൽ ആഡായിട്ടുണ്ട്. പുട്ട് റേറ്റിംഗ് 24,669 ആണ്. ആദ്യ സപ്പോർട്ട് 24,500, 24,000 ആണ് മേജർ സപ്പോർട്ട് സോണായിട്ടുള്ളത്. PCR കാണാം 0.8 ആണ്. അപ്പോൾ ഇനി വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.